ഫ്രാൻസ് കഫ്ക എന്ന പ്രമുഖ ജർമ്മൻ എഴുത്തുകാരനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വളരെ രസകരമായ ഒരു കഥയുണ്ട്. എല്ലാ ദിവസവും കാഫ്ക മോർണിംഗ് വാക്കിന് വേണ്ടി ഒരു പാർക്കിൽ പോകുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം പാർക്കിലെത്തിയപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാനിടയായി. കളഞ്ഞുപോയ തൻ്റെ പാവക്കുട്ടിയെ ഓർത്ത് നിർത്താതെ വിതുമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പാവം തോന്നി. കളഞ്ഞുപോയ പാവക്കുട്ടിയെ തേടിപ്പിടിക്കാൻ താനും കൂടാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവൾക്കൊപ്പം പാവയെ തിരഞ്ഞു തുടങ്ങി. എന്നാൽ പാവയെ കണ്ടെത്താൻ സാധിച്ചില്ല. ബാക്കി തിരിച്ചാൽ നാളെ ആവാം എന്നും പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഇന്ന് കണ്ടുമുട്ടി അതേ സ്ഥലത്ത് തന്നെ കണ്ടുമുട്ടാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു. പിറ്റേ ദിവസം മുഴുവൻ അവർ പാവയെ തപ്പി നടന്നു. പക്ഷേ എങ്ങും അതിനെ കണ്ടുകിട്ടിയില്ല. ഈ തിരിഞ്ഞ് നടന്ന സമയത്ത് അദ്ദേഹത്തിനൊരു സൂത്രം കണ്ടെത്തി. കളഞ്ഞുപോയ പാവക്കുട്ടി എഴുതി വച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കത്ത് കണ്ടെത്തി. അതിനുള്ളിൽ എന്താണെന്നറിയാൻ അതിയായ ആഗ്രഹത്തോടെ ആ പെൺകുട്ടി ഓടിച്ചെന്നു. അദ്ദേഹം അവളെ ആ കത്ത് വായിച്ച് കേൾപ്പിച്ചു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നെ കാണാതെ സങ്കടപ്പെടരുതേ. ഞാൻ ഈ ലോകമൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ഇടയ്ക്കിടെ ഞാൻ എൻ്റെ യാത്രാനുഭവങ്ങളെക്കുറിച്ചിട്ട് എഴുതിക്കൊള്ളാം. കത്തിലെ ഉള്ളടക്കം കേട്ടപ്പോൾ പെൺകുട്ടിക്ക് സന്തോഷമായി. പാവ ലോകം കാണാൻ പോയതല്ലേ, തിരിച്ചു വരുന്നതുവരെ കാത്തിരുന്നാൽ മതിയല്ലോ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടിക്ക് കത്തുകൾ വരാൻ തുടങ്ങി. കാഫ്കയും പെൺകുട്ടിയും തമ്മിൽ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടുന്ന അവസരങ്ങളെല്ലാം പാവക്കുട്ടിയുടെ സാഹസിക യാത്രാനുഭവങ്ങളെക്കുറിച്ചിട്ട് ശ്രദ്ധാപൂർവം വിവരിച്ചുകൊണ്ടേ ഉള്ള കത്തുകൾ കാഫ്ക അവളെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കേട്ട് ആ പെൺകുട്ടി സന്തോഷിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ കാഫ്കയ്ക്ക് അവിടം വിട്ടു പോകേണ്ട സമയമായി. അവർ തമ്മിലുള്ള അവസാനത്തെ കണ്ടുമുട്ടൽക്ക് കാഫ്ക ആ പെൺകുട്ടിക്ക് ഒരു പുതിയ പാവയെ സമ്മാനിച്ചു. സ്വാഭാവികമായും അത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ പാവയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ പാവയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ഇതിന്. പക്ഷേ പാവയോടൊപ്പം ഉണ്ടായിരുന്ന ആ കുറിപ്പ് വായിച്ചതോടെ അവൾ ആ പാവയെ കെട്ടിപ്പിടിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ യാത്രകൾ എന്നെ അട്ടിമുടി മാറ്റിയിരിക്കുന്നു. അങ്ങനെ അവൾ ആ പാവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ യാത്രയായി. കാഫ്ക അവിടെ നിന്ന് പോയി. കുറേ വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ കാഫ്ക ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു കഥ കൂടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പെൺകുട്ടിക്ക് നൽകിയ പാവയ്ക്കുള്ളിൽ നിന്നും ആ പെൺകുട്ടിക്ക് പഴയൊരു കത്ത് കിട്ടി. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മൾ സ്നേഹിക്കുന്നത് പലതും നമുക്ക് നഷ്ടമായെന്നിരിക്കാം. പക്ഷേ അങ്ങനെ നഷ്ടമാകുന്ന സ്നേഹം ചിലപ്പോൾ മറ്റൊരു രൂപത്തിലെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ നമ്മളിലേക്ക് തന്നെ തിരികെ വന്നു ചേരും. അന്ന് കാഫ്ക ആ പെൺകുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്ത ഈ പാഠമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തിരിച്ചറിവെന്ന് പറയുന്നത്. കാരണം നഷ്ടബോധം എന്നത് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒരു ചിന്തയാണ്. നഷ്ടബോധം മാത്രമുള്ള ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. എന്ന് വെച്ചാൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നൊരർത്ഥം അതിനില്ല. കാരണം ഇത് ജീവിതമാണ്. ഈ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും പലതും നമുക്ക് നഷ്ടപ്പെടാം. എന്നാൽ ആ നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കാതെ അതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരികെ വരുമെന്ന പ്രതീക്ഷയോട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതിലും മികച്ച വിജയം നമുക്കില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ചിലതെല്ലാം നമുക്ക് നഷ്ടപ്പെടാം, എന്നാൽ ആ നഷ്ടങ്ങളെല്ലാം നമ്മളിലേക്ക് തന്നെ തിരികെ വരും. കാരണം അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടവയാണ്. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.